നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനുമായി നടത്തുന്ന പോരാട്ടം 4-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ യുദ്ധം അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സൈനികമായ കരുത്തിൽ തങ്ങളെക്കാൾ ഏറെ മുന്നിലുള്ള അമേരിക്കയെയും ഇസ്രായേലിനെ നേരിടാൻ ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ്. നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഉപരിയായി അയൽരാജ്യങ്ങളെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടിച്ച് ഒരു പ്രാദേശിക പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. തങ്ങളുടെ കൈവശമുള്ള പരിമിതമായിട്ടുള്ള ആയുധശേഖരം ഉപയോഗിച്ച് പരമാവധി പ്രഹരശേഷി പുറത്തെടുക്കാനും ശത്രുരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുമാണ് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രമിച്ചത്. സായുധ ബലത്തിൽ പിന്നിലാണെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മേഖലയിലെ സമാധാനം തകർക്കുക വഴി അമേരിക്കയെ പിന്തിരിപ്പിക്കാമെന്നാണ് ഇറാൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഇറാൻ്റെ ഈ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി GCC രാജ്യങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായത്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്ലാം എന്ന പൊതുവായ കണ്ണിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുക വഴി ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഒരു മുസ്ലിം കൂട്ടായ്മ രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ വഴി സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കാനോ ആണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. UAEയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് സമീപം മിസൈലുകൾ പതിച്ചതും സൗദിയിലെയും ഖത്തറിലെയും എണ്ണവാതക നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതുമൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ആക്രമണങ്ങൾ മൂലം പല ഉൽപ്പാദന കേന്ദ്രങ്ങളും താൽക്കാലികമായിട്ട് അടച്ചുപൂട്ടേണ്ടി വന്നത് ആഗോള വിപണിയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോഴും ആഭ്യന്തരമായിട്ട് ഇറാൻ വലിയൊരു നേതൃത്വ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത നീക്കത്തിൽ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയും സൈനിക തലവന്മാരും ഉൾപ്പെടെ 49 പ്രമുഖ ഭരണാധികാരികൾ കൊല്ലപ്പെട്ടത് ഇറാന് കനത്ത പ്രഹരമായി. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകാനായിട്ട് ഒരാളില്ലാത്ത അവസ്ഥ പരിഹരിക്കാനായിട്ട് ഇറാൻ പുതിയ പരമാധികാരിയെ തെരഞ്ഞെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖൊമേനിയെ പുതിയ സുപ്രീം ലീഡറായിട്ട് നിശ്ചയിച്ചതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണഘടന പ്രകാരം ഒരു പുരോഹിതൻ തന്നെയാകണം പരമാധികാരി എന്ന നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഈ നിയമനം ഇപ്പോൾ നടന്നിരിക്കുന്നത്. യുദ്ധകാലത്ത് ഈ പെട്ടെന്നുള്ള അധികാര കൈമാറ്റം അത് ചർച്ചകൾക്ക് വഴി തുറക്കാനാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഔദ്യോഗികമായിട്ട് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ്റെ ഈ നീക്കങ്ങളെ ശക്തമായ ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടത്. സമാധാന ചർച്ചകൾക്കുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും ഇനി ജോലി പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ്റെ പുതിയ നേതൃത്വത്തെ അംഗീകരിക്കാനോ ചർച്ചകൾക്ക് തയ്യാറാകാനോ അമേരിക്ക തയ്യാറല്ലെന്ന് വ്യക്തമായതോടെ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇറാനിലെ ഏതാണ്ട് 2000-ഓളം കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അതിശക്തമായ ബോംബാക്രമണം നടത്തുകയുണ്ടായി. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം അഗ്നിക്കിരയാക്കുന്ന രീതിയിലുള്ള പ്രത്യാക്രമണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി നിശ്ചലമായതും ഇനി തിരിച്ചടിക്കാനുള്ള ശേഷി അവർക്കില്ലെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ അവകാശപ്പെടുന്നു. ഇറാൻ നേരിടുന്ന ഈ തകർച്ചയ്ക്ക് പുറമേ ഇസ്രായേൽ തങ്ങളുടെ രണ്ടാമത്തെ യുദ്ധമുഖമായിട്ടുള്ള ലെബനനിലും ആക്രമണം ഇപ്പോൾ കടുപ്പിക്കുകയാണ്. ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ജനവാസ മേഖലകളിലും ബോംബ് വർഷം തുടരുന്നത് ലെബനനെ വലിയ മാനുഷിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം. ഇറാനെയും ഹിസ്ബുള്ളയെയും ഒരേ സമയം തകർക്കുക വഴി തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാമെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇറാൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളും റവല്യൂഷണറി ഗാർഡ് ആസ്ഥാനങ്ങളും ഒക്കെ തന്നെ തകർന്നതോടെ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇറാൻ്റെ മുന്നിൽ കീഴടങ്ങുക എന്നതല്ലാതെ മറ്റ് പോംവഴികൾ ഇല്ലെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആയുധശേഖരമൊക്കെ തന്നെ ഏതാണ്ട് അവസാനിക്കാറായതും വ്യോമ പ്രതിരോധമൊക്കെ തന്നെ തകർന്നതും ഇറാൻ്റെ നില പരുങ്ങലിലാക്കിയിട്ടുണ്ട്. GCC രാജ്യങ്ങളെ ഭയപ്പെടുത്തി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള അവരുടെ അവസാന തന്ത്രവും വേണ്ടത്ര വിജയിച്ചിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികാധിപത്യത്തിന് മുന്നിൽ ഇറാൻ മുട്ടുമടക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഏതായാലും വരും ദിവസങ്ങളിൽ യുദ്ധം അവസാനിക്കുമോ അതോ ലോകമൊട്ടാകെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സംഘർഷമായിട്ട് ഇത് മാറുമോ എന്ന് ലോകരാഷ്ട്രങ്ങൾ ഉത്കണ്ഠയോടെയാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്.